ആദിത്യനാഥ് സന്ദേശം. എന്റെ വാസവൻ പുളകിതനാകുന്നത് ഞാൻ കണ്ടു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. ഞാൻ ഒരു നിമിഷം ഓർത്തു, വല്ല UDF സർക്കാർ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വല്ല ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതെങ്കിൽ കേരളത്തിൽ എന്തായനെ? പിന്നെ എന്തായനെ? ഇതിപ്പോ അതല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു. ആ യാത്രയിലാണ് പിണറായി വിജയൻ. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണിപ്പോൾ. ഇപ്പോൾ ഇദ്ദേഹം എന്നാണ് കാഷായ വസ്ത്രം ധരിക്കുന്നതെന്ന് മാത്രം വിചാരിച്ചത്. ആ പോക്കാണ്. തത്വമസി എന്നൊക്കെ പിണറായി വിജയൻ പറഞ്ഞ കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ. തത്വമസി, അത് നീയാകുന്നു എന്നൊക്കെ അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് നോക്കിയായിട്ടാണ് വായിച്ചതെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ലേ, നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കാപട്യം കാണിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നാണ് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. പിന്നെ ദേ ഒരു സാധനം വന്നേക്കുവാണ്, വികസന സദസ്. എവിടെയാണ്? പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനും. അടുത്ത മാസം 15-ാം തീയതി ആകുമ്പോഴേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവാ. ഏത്? ലോക്കൽ ബോഡിയിൽ. അപ്പൊ എന്തിനാണോ വികസന സദസ്? ഇപ്പൊ എന്തിനാ വികസന സദസ്? കാശ് എവിടെന്നാ? അത് ലോക്കൽ ബോഡിയിൽ നിന്ന് എടുത്തോളാൻ, അവിടുത്തെ കാശ് എടുത്തോളാൻ പറയാ. ആരെ പറ്റിക്കാനാണ് ഇപ്പൊ വികസന സദസ്? ഈ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം കേരളത്തിലെ ഈ ലോക്കൽ ബോഡികളെ ഇതുപോലെ കഴുത്ത് ഞെരിച്ച് കൊന്നൊരു സർക്കാർ ഉണ്ടായില്ല. നമുക്കറിയാലോ, കഴിഞ്ഞ കൊല്ലം പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, കൗൺസിലർമാരൊക്കെ. കഴിഞ്ഞ കൊല്ലം 3 ഗഡുവായിട്ടാണ് പൈസ കൊടുക്കുന്നത് ഗവൺമെന്റിൽ. ഓഗസ്റ്റിൽ ആദ്യത്തെ കൊടുത്തു, ഓഗസ്റ്റിൽ കൊടുക്കേണ്ട 2ാം ഗഡു കൊടുത്തത് ഡിസംബറിലാണ്. കൊടുത്തതിന്റെ പിറ്റേ ദിവസം ട്രഷറി ബാൻ 5 ലക്ഷം രൂപ കൂടുതൽ മാറ്റാൻ പറ്റി. അപ്പൊ തീർന്നല്ല, കൊടുത്തത് തീർന്നല്ല. ട്രഷറിയിൽ നിന്ന് ബില്ല് മാറാൻ പറ്റൂല. 3ാമത്തെ ഗഡു കൊടുത്തത് മാർച്ച് 23-ാം തീയതി. പക്ഷെ 22-ാം തീയതി ട്രഷറി പൂട്ടി. 22-ാം തീയതി. നമ്മുടെ ഗവൺമെന്റ് ഉള്ള കാലത്ത് മാർച്ച് 31-ാം തീയതി 12 മണി വരെ രാത്രി ടോക്കൺ കൊടുക്കും. 6 മണി വരെ നിന്ന് ബില്ല് പാസ്സാക്കി കൊടുക്കും. ഇത് കാശില്ലാത്തതുകൊണ്ട് 10 ദിവസം മുമ്പ് പൂട്ടിക്കഴിഞ്ഞിട്ടാണ് ലോക്കൽ ബോഡിക്ക് ബില്ല് കൊടുത്തത്. അപ്പൊ ഞങ്ങൾ അസംബ്ലിയിൽ കളിയാക്കി, ഇതിനാണ് അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന് പറയുന്നത്. പഞ്ചായത്തുകൾക്ക് കാശുണ്ടോ? ഉണ്ട്. ഇല്ല. ചിലരുടെ ജാതകം തുറന്ന് പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ കാണും രാജയോഗം. ഞെട്ടിപ്പോവും. രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താ തമാശ? രാജാവിനെ പോലെ ജീവിക്കാന്ന ഒരു 3 പേജ് മറിച്ച് കഴിയുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അതാണ് കേരളത്തിലെ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സ്ഥിതി.